ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ദീർഘനാളായിട്ട് കുടുംബത്തിലുണ്ടായിരുന്ന അപസ്വരങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഒരു സ്വരച്ചേർച്ച ലായ്മയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ദീർഘനാളായിട്ടുണ്ടായിരുന്നെങ്കിൽ കുടുംബ ബന്ധുക്കളുമായിട്ടോ സ്വകുടുംബത്തിൽ താമസിക്കുന്നവരായിട്ടൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലാകാം. അതൊക്കെ ഒന്ന് മാറിക്കിട്ടി ഒരു സന്തോഷ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകുന്നതാണ്. ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് വീട് പണിയാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഗുണകരമായ സമയമാണ്. സന്താനങ്ങൾ മൂലം ഖ്യാതി നേടാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധനസ്ഥിതിയൊക്കെ ഒരുവിധം മെച്ചപ്പെടുന്നതാണ്. നിങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടാകുന്നതാണ്. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. നിങ്ങളുടെ ദൈവമാണ് നിങ്ങളുടെ മനസ്സാക്ഷി. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കഴിവ് ഒഴിവാക്കുക. ധർമ്മം എവിടെയാണോ അതിനുവേണ്ടി നിലകൊള്ളുക. ശരി എവിടെയാണോ അതിനുവേണ്ടി മാത്രം നിലകൊള്ളുക. നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ധനയോഗം കാണുന്ന ചില അവസ്ഥകളുണ്ടാകുന്നു. ലോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷ നടത്താവുന്നതാണ്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സിലൂടെ നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത വസ്തുവിന്മേൽ നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങൾക്കും ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ദീർഘനാളായിട്ട് ബിസിനസ്സിലോ വ്യവസായികൾക്കോ വ്യവസായ സംരംഭങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കില്ലാതെ പ്രവർത്തനക്ഷമമല്ലാതെ കിടന്ന സാധനങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ റീഫ്രഷ് ചെയ്തെടുക്കും. ഒന്ന് ചില മെയിൻ്റനൻസ് ഒക്കെ ചെയ്തെടുക്കുന്നുണ്ടാവാം. അതിൽ നിന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വരുമാനം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ബിസിനസ് പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണ്. ഈശ്വര ചൈതന്യം ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഈ ഈശ്വര ചൈതന്യത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം മൂലം നിങ്ങൾക്ക് ആശ്ചര്യം അനുഭവപ്പെടുന്ന സമയമാണ്. നിങ്ങൾ ഭഗവാനോട് കൂടുതൽ അടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വർധനവ് വരുമാനത്തിലൊക്കെ നല്ല വർധനവുണ്ടാകും. ദ്രവ്യം നന്നായിട്ടുണ്ടാകും. നിങ്ങൾക്ക് കുറച്ച് പണമൊക്കെ മിച്ചം വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ദീർഘനാളായിട്ടുണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനമുണ്ടാകും. എന്നാൽ എടുത്തു പറയേണ്ടത് ബന്ധുജനങ്ങളുമായിട്ട് നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ധനം ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദീർഘനാളായിട്ട് ചിലർക്കൊക്കെ ജീവിതത്തിൽ ഒരു നിരാശാബോധമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വരുമാനം കൂടുമെങ്കിലും നിങ്ങൾക്ക് ചിലവ് അധികരിക്കും. നിങ്ങൾ ആവശ്യമില്ലാതെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ അപവാദങ്ങളിൽ നിന്നൊക്കെ ഒന്ന് കുറ്റവിമുക്തനാവുന്ന ഒരു സാഹചര്യം. ദീർഘനാളായിട്ട് എന്തെങ്കിലും ഗോസിപ്പിലൊക്കെ നിങ്ങൾ അകപ്പെട്ടിട്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിമുക്തനായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിരിക്കും. നിങ്ങളുടെ കർമ്മരംഗം ഗുണകരമായിട്ടാണ് കാണുന്നത്. കർമ്മരംഗത്ത് വൻ ഉയർച്ച കാണുന്നു. ധനലാഭം, രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെയാണ് മെയിനായിട്ട് ഈ ഡിസംബർ മാസങ്ങളിലെ ഫലം. നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുക, പുണ്യസ്ഥലങ്ങൾ ദർശിക്കുക, ക്ഷേത്രങ്ങൾ ദർശിക്കുക ഒക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ പ്രീതി നേടുകയും ചെയ്തു കഴിഞ്ഞാൽ സർവകാര്യ വിജയമുണ്ടാകുന്നതാണ്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക. അതല്ല എങ്കിൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രം ദർശിക്കുക. ബുധനാഴ്ചയാണ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾ തുളസിമാല ഭഗവാന് കൊടുക്കുക. അതുപോലെ ബുധനാഴ്ചകളിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഭഗവാനെ തൃക്കൈവെണ്ണ സമർപ്പിക്കുക. പാലഭിഷേകം ചെയ്യുക. മുഴുക്കാപ്പ് ചാർത്തുക. കുന്നിക്കുരു അല്ലെങ്കിൽ മഞ്ചാടിക്കുരു കൊണ്ട് പറന്നിറക്കുക. ഇതൊന്നുമല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ പോയി സാഷ്ടാംഗം അഭയം പ്രാപിക്കുക. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. ഭഗവാന്റെ കാരണത്താൽ എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.